കൊല്ലവർഷം 30കളിൽ പഴകന്തൂർ ദേശം വാണിരുന്ന ദേവദാസി സ്ത്രീയായിരുന്ന കാർവേണിയുടെ അതിസുന്ദരിയായ മകളായിരുന്നു അല്ലി. ദേശത്തെ പൂജാരിയായ നമ്പിയുമായി അല്ലി പ്രണയത്തിലായി. വൈകാതെ അവർ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ നമ്പിയുടെ മനസ്സിൽ അല്ലി അല്ലായിരുന്നു, പകരം അല്ലിയുടെ സ്വത്തുക്കൾ മാത്രമായിരുന്നു. തന്റെ മകളുടെ സ്വത്തിൽ മാത്രം കണ്ണുകളുള്ള നമ്പിയെ കാർവേണി വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. എന്നാൽ ഭർത്തൃസ്നേഹമുള്ള അല്ലി ഭർത്താവിന്റെ ഒപ്പം വീട് വിട്ടിറങ്ങുന്നു. അവർ നടന്ന് കാട്ടിലൂടെ സഞ്ചരിച്ച് കള്ളിയങ്കാട് എന്ന സ്ഥലത്ത് വിശ്രമിക്കാനിരിക്കുന്നു. വൈകാതെ അല്ലി തന്റെ പ്രിയ ഭർത്താവിന്റെ മടിയിൽ തലവച്ച് കിടന്നുറങ്ങുന്നു. ഇതാണ് തക്ക സമയം എന്ന് നോക്കിയിരുന്ന നമ്പി, ക്രൂരതയുടെ പര്യായമായി മാറിയ നമ്പി അല്ലിയെ തലക്കടിച്ചു കൊന്നിട്ട് സ്വർണ്ണാഭരണങ്ങളും എടുത്ത് സ്ഥലം വിളഞ്ഞു. ദിവസങ്ങൾക്ക് ശേഷം വഞ്ചനയാൽ അപമൃത്യുവിന് ഇരയായ അല്ലിയുടെ ആത്മാവ് കള്ളിയങ്കാട് എന്ന പ്രദേശത്ത് യക്ഷിയായി സാക്ഷാൽ കള്ളിയങ്കാട്ട് നീലിയായി അവതരിച്ചു തുടങ്ങി. നീലിയും ചാന്തുവുമായുള്ള കഥകള്, നീലിയും ചാത്തനുമായുള്ള കഥകൾ, ഇങ്ങനെ നീലിയുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. പ്രാദേശിക ഭേദമനുസരിച്ച് ഈ കഥകൾക്കൊക്കെയും രൂപഭാവ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്ന് മാത്രം. ചുരുക്കത്തിൽ മനുഷ്യനെ മായ്ച്ചു കളയുന്ന കണ്ണ്, കാറ്റിനെ കീഴടക്കുന്ന മന്ത്രം, സന്ധ്യ കഴിഞ്ഞാൽ ഉയരുന്ന യക്ഷിരൂപം, അതാണ് ഒരേ ഒരു കള്ളിയങ്കാട്ട് നീലി.